ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചു. നാവികസേനയുടെ സംഘവും ഈശ്വർ മൽപ്പയും സംഘത്തിൽ ഉണ്ട്. പുഴയിൽ കലക്കവെള്ളമാണെങ്കിലും അത് തടസ്സമാകില്ലെന്ന് ഈശ്വർ മൽപ്പ പറഞ്ഞു. നേവിയുടെ 2 ബോട്ടുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ പറഞ്ഞ സമയത്തിൽ വെള്ളം കൊഞ്ചം കലക്കുണ്ട്, റെഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാം കൊഞ്ചം റെഡ് ഉണ്ട്. അടിഭാഗത്തിൽ ഞങ്ങൾ അണ്ടർ ടോർച്ച് ഇട്ട് കാണുന്നില്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടാവും. നമ്മളിപ്പോൾ അടയാളം ഉണ്ട്, ഇപ്പോൾ കയറ് കിട്ടിയത് നിങ്ങൾ പ്ലോട്ട് ആക്കിയിട്ട് പോയിട്ടുണ്ട്. ആ പ്ലോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു നിങ്ങളെ നോക്കിയ ഒരു സ്ഥല കേന്ദ്രബിന്ദുവൊക്കെ ആ സ്ഥലത്ത് നിന്ന് പോയിട്ട് തേടും. വെള്ളത്തിൽ ഇറങ്ങുന്നു. ഇപ്പോൾ ഇറങ്ങും, 10 മണി കറക്റ്റായിട്ട് ഇറങ്ങും. കലക്കൊരു പ്രശ്നമാണോ? കലക്കൊരു പ്രശ്നം പറഞ്ഞാൽ കലക്കായെങ്കിൽ 0% കീഴെ ഒന്നും കാണാൻ വയ്യ. അത് ഞങ്ങൾ ടോർച്ച് ഉണ്ട്, അണ്ടർ ടോർച്ച് ഉണ്ട് സ്പെഷ്യലിട്ട്. ആ ടോർച്ച് ഇട്ടിട്ട് ഞങ്ങൾ നോക്കിപ്പോൾ. സോണൽ കൃഷ്ണയുടെ വിവരങ്ങളുമായി. സോണൽ, ഈശ്വർ മൽപ്പയുടെ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നൊരു കാര്യം അവിടെ കൃത്യമായ സംവിധാനങ്ങൾ തിരച്ചിലിന് പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. നാവികസേനയുടെ സംഘമടക്കം അവിടെ ഉണ്ട്. അവർക്ക് പോലും കൃത്യമായ സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ടോർച്ച് ലൈറ്റിലാണ് അന്വേഷണം അടിത്തട്ടിലേക്ക് പോകുമ്പോഴെല്ലാം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, അർജുനും മറ്റ് 2 പേർക്കും, അർജുനോടൊപ്പം തന്നെ കാണാതായ മറ്റ് 2 പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യം 10 മണിയോടുകൂടി തന്നെ ഇവർ അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്തൽ ആരംഭിച്ചോ? മറ്റു വിശദാംശങ്ങളും കൂടി. ദേവിക, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിയോട് കൂടി മാൽപ്പയും സംഘവും പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയിട്ടുണ്ട്. 3 ഡൈവേഴ്സാണ് മാൽപ്പയുടെ സംഘത്തിലുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ടത് 2 ഡൈവേഴ്സ് നേവിയുടെ സംഘത്തിലുമുണ്ട്. അങ്ങനെ സംയുക്തമായൊരു പരിശോധനയാണ് നമുക്ക് ഇവിടെ ഷിരൂരിൽ കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വെള്ളം നല്ല കലക്കാണ്. അതുകൊണ്ട് വിസിബിലിറ്റി വളരെ കുറവാണ്, 0% ആണ് എന്നുള്ളതാണ് മാൽപ്പ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് തങ്ങൾക്കൊരു പ്രതിസന്ധിയാകില്ല, അതിനെ തരണം ചെയ്യാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് മാൽപ്പയും സംഘവും പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വിസിബിലിറ്റി കുറഞ്ഞ വെള്ളത്തിൽ തങ്ങൾ ദൗത്യം നടത്തി ശീലമുണ്ട്. അതുകൊണ്ട് വിസിബിലിറ്റി തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള കാര്യം കൂടി മാൽപ്പയുടെ സംഘം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി, അതായത് അടിത്തട്ടിലേക്ക് എത്താൻ പ്രധാനമായി തടസ്സമായി നിൽക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ലക്ഷ്മണന്റെ കടയോട് ചേർന്നിരുന്ന ഒരു ആൽമരമാണ്. ആ ആൽമരം നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി 11 മണിയോടുകൂടി ക്രെയിൻ ഉൾപ്പെടെ എത്തി ആ ആൽമരം നീക്കം ചെയ്തതിന് ശേഷം കൂടുതൽ ആഴങ്ങളിലേക്ക് പരിശോധിക്കും എന്നാണ് മാൽപ്പ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, മറ്റ് പാറക്കല്ലുകളും മരങ്ങളും അടിഞ്ഞ് ഈ ഒരു പ്രതലം, അതായത് പുഴയുടെ അടിത്തട്ട് തീർത്തും മൂടപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് നീക്കാൻ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഒരാവശ്യം നേവിയും മാൽപ്പയും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തിങ്കളാഴ്ചയോടുകൂടി ഡ്രഡ്ജർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് പരിശോധന നടത്താൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടവും MLAയും വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന് തടസ്സമായി 2 പാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കടൽ മാർഗേണ വന്ന് പിന്നീട് അത് ഗംഗാവലിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഗംഗാവലിക്ക് കുറുകെയുള്ള സൃഷ്ടിക്കുന്നത്, പക്ഷേ അത് ചെയ്യാനുള്ള പ്ലാൻ ഇതിനോടകം തന്നെ ണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. എന്തായാലും തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിച്ചാൽ അടിത്തട്ടിലേക്ക് പാറക്കല്ലുകളും അതുപോലെ തന്നെ മരങ്ങളും മാറ്റിയുള്ള പരിശോധന സുഗമമായിരിക്കും. ലോറി ഏതെങ്കിലും തരത്തിൽ അടിത്തട്ടിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ആ ലോറി ഉണ്ട് എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് മാൽപ്പയും സംഘവും ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഭാഗത്താണ് ഇന്ന് നേവിയും മാൽപ്പയുടെ സംഘവും കൂടുതൽ പരിശോധന നടത്തുന്നത്. ഇന്നലെ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ച കയർ ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കിയും ലഭിച്ചത് ഇതേ പ്രദേശത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക കേന്ദ്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരിശോധന നടപടികളാണ് ഇന്നും നടക്കുന്നത്. എന്തായാലും ആഴങ്ങളിൽ ചെന്ന് പരിശോധിക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധർ ചെന്ന് പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ക്രെയിൻ ഉൾപ്പെടെ എത്തിയ മരം മാറ്റാനുള്ള സംവിധാനം കൂടി ഇന്ന് ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ദേവിക.